ഡോക്ടർ ദീൻസ് അക്യുപഞ്ചർ സെന്റർ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം, നമ്മൾ ഉച്ചയ്ക്ക് ശേഷം, അതായത് 3 മണിയുടെയും 7 മണിയുടെയും ഇടയിൽ വെള്ളം കുടിക്കുന്ന ഒരു രീതി. അതായത് ഇപ്പോൾ ഇംഗ്ലീഷ് മെഡിസിൻസ് ഒക്കെ ഒരുപാട് കഴിക്കുന്ന ആളുകൾ, ഇപ്പം ഹാർട്ടിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ട്, അല്ലെങ്കിൽ ഡയബറ്റിക്സ് വന്നിട്ട്, അല്ലെങ്കിൽ BP വന്നിട്ട്, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആയിട്ട്, കൊളസ്ട്രോൾ ആയിക്കോട്ടെ, അങ്ങനെയുള്ള എന്തെങ്കിലും ആയിട്ട് ഒരുപാട് മെഡിസിൻ ഒക്കെ കഴിക്കുന്ന ആളുകളോട് അക്യുപഞ്ചർ ചികിത്സയിൽ വരുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഉച്ചയ്ക്ക് ശേഷം 3 മണിയുടെയും 7 മണിയുടെയും ഇടയിൽ ഓരോ അരമണിക്കൂർ ഇടവിട്ടിട്ട് ഒരു മുറുക്ക് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. ആ വെള്ളം വായിലാക്കിയിട്ട് വായിൽ അല്പനേരം വെച്ചതിന് ശേഷം, അതായത് ഒരു മിനിറ്റോ 2 മിനിറ്റോ വെച്ചതിന് ശേഷം പതിയെ ഇറക്കി കൊടുക്കാനും പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു കാരണം എന്താ എന്ന് വെച്ചാൽ, പ്രത്യേകിച്ചും നമ്മൾക്കറിയാം, എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്ന ആളുകൾക്ക് അവരുടെ ആ വേസ്റ്റ് എലിമിനേഷൻ, പൊതുവെ ഇംഗ്ലീഷ് മെഡിസിൻസ് കഴിക്കുന്ന അല്ലെങ്കിൽ ഫാർമസിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം, അതായത് ഏതൊരു മരുന്നിനും അതിൻ്റെ ഒരു ആഗിരണമുണ്ട്, അതിൻ്റെ ഒരു വിതരണമുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ ഒരു ആക്ഷൻ ഉണ്ട്, അതായത് മെറ്റബോളിസം എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു മരുന്നിൻ്റെ ഒരു വേസ്റ്റ് എലിമിനേഷൻ ഉണ്ട്, അതായത് റീനൽ എലിമിനേഷൻ എന്നാണ് പറയാം. അപ്പോൾ ഈ റീനൽ എലിമിനേഷൻ നടക്കുന്നത്, അത് റീനൽ എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു കിഡ്നിയിലൂടെയാണ് ആ ഒരു വേസ്റ്റ് എലിമിനേഷൻ നടന്നു പോകുന്നത്. അപ്പം ഈ ഒരു വേസ്റ്റ് എലിമിനേഷന്റെ ടൈമിൽ കിഡ്നിക്ക് പല സൈഡ് എഫക്ട്സും ഉണ്ടാവാനായിട്ട്, അതൊരു നെഫ്രൈറ്റിസ് ആയിക്കോട്ടെ, അക്യൂട്ടോ ക്രോണിക് നെഫ്രൈറ്റിസ് ആയിക്കോട്ടെ, ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് പ്രൊലോങ്ഡ് പീരീഡിലാണ് ഇത് സംഭവിക്കുക, പതിയെയാണ്. അപ്പം ഇത് ഒഴിവാക്കാനായിട്ട്, അതായത് അക്യുപഞ്ചർ തിയറി പ്രകാരം 3 മണിയുടെയും 5 മണിയുടെയും ഇടയിൽ നമ്മളെ യൂറിനറി ബ്ലാഡറിന്റെ ടൈമാണ്, അതായത് മാക്സിമം ഫ്ലോ ഓഫ് എനർജി യൂറിനറി ബ്ലാഡറിലോട്ട് കയറുന്ന ടൈമാണ്. അതേപോലെ 5 മണി മുതൽ 7 മണി വരെയുള്ള ടൈം എന്ന് പറഞ്ഞാൽ കിഡ്നിയുടെ ടൈമാണ്. അപ്പോൾ ഈ 2 ടൈമിലും യൂറിനറി ബ്ലാഡറും കിഡ്നിന്റെയും ടൈമിലാണ് നമ്മൾ ഈ വെള്ളം കുടിക്കുന്നത്. അതായത് കിഡ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂറിനറി ബ്ലാഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാട്ടർ എനർജിയാണ്, വാട്ടർ എലമെന്റ് ആണ്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് ആ കിഡ്നിയുടെ എനർജി ബാലൻസ് ചെയ്യുവാനും ആ കിഡ്നിക്ക് വലിയ തോതിലുള്ള നാശങ്ങൾ, വലിയ തോതിലുള്ള സൈഡ് എഫക്ട്സുകൾ ഇല്ലാതിരിക്കുവാനുമാണ് ഈ ഒരു ടൈമിൽ നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന ആളുകൾ, അതേപോലെ മെഡിസിൻസ് കഴിക്കുന്ന ആളുകൾ ഒക്കെ നമ്മൾക്ക് ഈ ടൈമിൽ അല്പാൽപമായിട്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് കിഡ്നിയുടെ എനർജി നിലനിർത്താനും, അതേപോലെ കിഡ്നിയുടെ നെഫ്രോൺസിന്റെ ഒരു പാർട്ടായിട്ടുള്ള ബൊമാൻസ് ക്യാപ്സ്യൂള് എഫിഷ്യൻസി, അതിന്റെ ഫിൽട്രേഷൻ യൂണിറ്റിന്റെ എഫിഷ്യൻസി കൂട്ടുവാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ ഈ ഒരു ഏരിയയിൽ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് അത് വളരെ എഫക്റ്റീവായിട്ട് നിലനിർത്തുവാനും ഈ ഒരു വെള്ളം കുടി കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ഇതൊക്കെ കിട്ടിയ പ്രായോഗിക അറിവുകളാണ്. ആ ഒരു പ്രായോഗിക അറിവുകളാണ് നിങ്ങളുമായിട്ട് സംവദിക്കുന്നത്. എൻ്റെ ഈ ഒരു ചികിത്സയിൽ കിട്ടിയ പല പ്രായോഗിക അറിവുകളാണിത്. അപ്പോൾ മെഡിസിൻ കഴിക്കുന്ന ആളുകൾക്ക് ഈ ഒരു രീതി പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.